അതിരടി എന്ന് പറഞ്ഞ സിനിമയില് ഒരു ഉഗ്രൻ ക്യാമിയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാമിയോ ഉണ്ടെന്ന് എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നേനെ. പക്ഷെ ഫസ്റ്റ് ഡേ അത് ഇറങ്ങിയപ്പോ തന്നെ ആദ്യം തന്നെ രാവിലെ കാണുന്നത് ഒരു സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അണ്ണനുണ്ടല്ലോ. അവനത് പച്ചയ്ക്ക് അതിലെ ക്യാമിയോ എന്താണെന്നൊക്കെ എഴുതി വെച്ച് റിവ്യൂ എന്നും പറഞ്ഞിട്ട് ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ ആരൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്റെ കണ്ണിൽ എത്തി, ഞാൻ കണ്ടു. അത് കാരണം എനിക്ക് ആ ഒരു സർപ്രൈസിങ് എലമെന്റ് പോയി ആ ക്യാമിയോ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. ഇത് ചെറിയൊരു കോമഡി പടത്തിലെ ഒരു സർപ്രൈസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇനി മെയ് 21-ാം തീയതി ദൃശ്യം 3 വരാൻ പോവാണ്. കോഴ്സ് അതില് ട്വിസ്റ്റിലെ സസ്പെൻസ് ഇല്ല എന്നൊക്കെ ചിത്തു പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു സർപ്രൈസിങ് കാസ്റ്റ് എങ്കിലും ഉണ്ടാവും. അത് ഇവന്മാര് ഇതുപോലത്തെ ഉളകൾ എന്തായാലും സ്പോയിൽ ചെയ്യും. അവര് പച്ചയ്ക്ക് നമ്മുടെ വാഴ 1 ജോമോന്റെ ക്യാരക്ടർ പോലെ പച്ചയ്ക്ക് ആ സീനൊക്കെ എഴുതി വെക്കും ചിലപ്പോ. അപ്പൊ അവര് സ്പോയിലർ അലർട്ട് ഒന്നും വെക്കില്ല. അപ്പൊ നമ്മുടെ കയ്യിലല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കാന്ന് പറഞ്ഞ പോസിബിൾ അല്ല. ഫസ്റ്റ് വീക്ക് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവര്, ഫസ്റ്റ് ഡേ കാണാൻ പറ്റാത്തവര്, അങ്ങനെയുള്ള ആളുകളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഇതുപോലെ ഉളകളെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളവരോട് പറയുക, ഇങ്ങനെയുള്ള ആളുകളുടെ പോസ്റ്റ് കണ്ട് എനിക്ക് ഷെയർ ചെയ്ത് തരരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പോസ്റ്റ് ഹൈപ്പ് ചെയ്ത് വിടാതിരിക്കുക, ലൈക്കും ഷെയർ ഒക്കെ കൊടുത്തിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും എല്ലാവരുടെയും ഫീൽഡിൽ വരും. ഫ്രണ്ട് ലിസ്റ്റ് ഒന്നും വേണമെന്നില്ല. അപ്പൊ മാക്സിമം ഈ സ്പോയിലർ അലേർട്ട് വെക്കാത്ത തിയേറ്റർ ഫോട്ടോസ് ചറപറാന്ന് ഷെയർ ചെയ്യുന്ന ആളുകളുടെ പോസ്റ്റ് വന്ന പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. സ്റ്റേ അവേ ഫ്രം ദം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ റിപ്പോർട്ട് ചെയ്യുക. സിനിമകൾക്ക് ഉണ്ടാവുന്ന ഒരു സർപ്രൈസിങ് എലമെന്റ്, ആ ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെ നശിപ്പിക്കുന്ന ഇങ്ങനത്തെ ആളുകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. വളരെ പറയാനുള്ളൂ.